നമസ്കാരം. 2026 വിഷു ഫലം ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദ നക്ഷത്രക്കാർക്ക് വർഷമാദ്യം അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചെലവുകൾ വന്നുപെടുന്ന ഒരു കാലഘട്ടമാണ്. ഉദ്യോഗ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, സർക്കാർ തലത്തിലാണെങ്കിലും പ്രൈവറ്റ് തലത്തിലാണെങ്കിലും ഉദ്യോഗത്തിലിരിക്കുന്ന ആളുകൾക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. സ്ഥാനക്കയറ്റമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉന്നതരായ ആളുകൾക്ക് സ്ഥാനമാനങ്ങളും, ഭരണരംഗത്തുള്ളവർക്ക്, രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഉയർച്ചയും ജോലി ഭാരവും ഒക്കെ വർദ്ധിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് നയവും കഴിവും ഉപയോഗിച്ച് കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാം. വരവിനേക്കാൾ ചിലവ് കൂടുന്നൊരു വർഷമായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഉളവാക്കുക. അതിൽ ദോഷഫലങ്ങൾ കൂടും. കാരണം സാമ്പത്തിക കാര്യം വർഷാവസാനം വരുമ്പോഴേക്കും കൂടുതൽ കടബാധ്യതയിലേക്ക് ചെന്നപ്പെടാം. വളരെ ജാഗ്രതയോടുകൂടി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ തടസ്സപ്പെട്ട് നിൽക്കാം. അതുകൊണ്ട് ഇന്ന് കിട്ടേണ്ട പണം ചിലപ്പോൾ കിട്ടാൻ 2 മാസമോ 3 മാസമോ ഒക്കെ അപ്പുറത്തേക്കാവുന്നത് കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ താറുമാറാകാം. വിദ്യാർത്ഥികൾക്കും ഉന്നത പഠനം കഴിഞ്ഞവർക്കൊക്കെ പല വെല്ലുവിളികളെയും നേരിട്ട് അവരുടെ ജീവിത വിജയത്തിലേക്ക് എത്തിപ്പെടാനായിട്ടും മത്സര പരീക്ഷകളിൽ വിജയം കണ്ടെത്താനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. തീർത്ഥയാത്രകൾക്കൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബകലവും ബന്ധുക്കളുടെ വിരോധവും ഒക്കെ അനുഭവയോഗ്യമാകുന്നതാണ്. ഈ വർഷം എല്ലാ കാര്യത്തിലും ആരോഗ്യ, സാമ്പത്തിക, മാനസിക കാര്യങ്ങളിലും ഒക്കെ നല്ലതുപോലെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഈ വർഷ അവസാനത്തോടു കൂടി 4-ലെ ശനി നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കില്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ 4-ലെ ശനി മാറി നിൽക്കാനായിട്ട് കൂടുതൽ പരിഹാരങ്ങളോ പ്രാർത്ഥനകളോ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഒന്നില്ലെങ്കിൽ ശാസ്താഭജനം നടത്തുക, ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ പക്കപ്പിറന്നാളുകളിൽ മഹാദേവന് ധാരയോ ക്ഷീരധാരയോ ഹനുമാൻ ക്ഷേത്ര ദർശനം ഇങ്ങനെയുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 4-ലെ ശനിയുടെ ആ കാഠിന്യം നിങ്ങൾക്ക് അനുഭവയോഗ്യമാകാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്നതാണ്.